നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ഡിജിറ്റൽ ടെക്നിക്സിലെ പൾസ് കോഡ് മോഡുലേഷൻ എന്ന ടോപ്പിക്കാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുന്നത് പൾസ് കോഡ് മോഡുലേഷന്റെ ബേസിക്സ്, പൾസ് കോഡ് മോഡുലേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം, പ്രോസസ് ഓഫ് പൾസ് കോഡ് മോഡുലേഷൻ. 3 പ്രോസസ്സാണ് ഉള്ളത്: സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ, എൻകോഡിംഗ്. അതുപോലെ PCM സ്റ്റാൻഡേർഡ്സ്, ബിറ്റ് റേറ്റ് ആൻഡ് ബാൻഡ്വിഡ്ത്ത് ഇൻ PCM, advantages of pulse code modulation, disadvantages of pulse code modulation and applications of pulse code modulation ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ബേസിക്സ് ഓഫ് പൾസ് കോഡ് മോഡുലേഷൻ നോക്കാം. പൾസ് കോഡ് മോഡുലേഷൻ ഇസ് യൂസ്ഡ് ടു കൺവേർട്ട് അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് കോഡ് മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ടു കൺവേർട്ട് ആൻ അനലോഗ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. സോ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു 3 പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് വി ഡു സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്തിനാണ്? അനലോഗ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് സിഗ്നലായി കൺവേർട്ട് ചെയ്യും. സോ ദർ ഇസ് ആൻ അനലോഗ് സിഗ്നൽ. ആഫ്റ്റർ സാമ്പിളിംഗ് ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു discrete signal. So first step in pulse code modulation is sampling. While doing sampling, an analog signal is converted into discrete signal. Second step is after sampling we do quantization. So in quantization, a discrete time signal is converted into a quantized signal. Discrete time signal ne quantized signal ആയിട്ടവിടെ മാറ്റും. ക്വാണ്ടൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻകോഡിംഗ് ആണ്. ആഫ്റ്റർ ക്വാണ്ടൈസേഷൻ വി ഡു എൻകോഡിംഗ് ഓഫ് ദാറ്റ് ഡിജിറ്റൽ സിഗ്നൽ. സോ എൻകോഡിംഗ് വിൽ ട്രാൻസ്ലേറ്റ് ക്വാണ്ടൈസ്ഡ് സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ ഡാറ്റ. എൻകോഡിംഗ് എന്ത് ചെയ്യും? എൻകോഡിംഗ് നടക്കുന്ന സമയത്ത് ഈ നേരത്തെ കിട്ടിയ ക്വാണ്ടൈസ്ഡ് സിഗ്നലിനെ ഡിജിറ്റൽ ഡാറ്റയാക്കിയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പൾസ് കോഡ് മോഡുലേഷൻ. ആദ്യം തന്നെ ഒരു കണ്ടിന്യൂസ് അനലോഗ് സിഗ്നൽ എടുത്തിട്ടുണ്ടായിരിക്കും. ഈ എടുക്കുന്ന അനലോഗ് സിഗ്നലിനെ നമ്മൾ സാമ്പിളിംഗ് ചെയ്യും. സാമ്പിൾഡ് ഔട്ട്പുട്ടിനെ നമ്മൾ ക്വാണ്ടൈസറിന് ഇൻപുട്ടായിട്ട് കൊടുക്കും. സോ ഇതാണ് ഇൻപുട്ട് കൊടുക്കുന്ന അനലോഗ് സിഗ്നൽ. രണ്ടാമത് കണ്ടാണ് സാമ്പിൾഡ് ഔട്ട്പുട്ട്. ഈ സാമ്പിൾഡ് ഔട്ട്പുട്ട് നമ്മൾ ക്വാണ്ടൈസറിന് ഇൻപുട്ടായിട്ട് കൊടുക്കും. ക്വാണ്ടൈസർ ഈ സാമ്പിൾഡ് ഔട്ട്പുട്ട് സിഗ്നലിനെ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് സിഗ്നലായിട്ട് മാറ്റും. ക്വാണ്ടൈസ്ഡ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ലെവൽ വാല്യൂസ് ഉണ്ടായിരിക്കും. ഈ ആംപ്ലിറ്റ്യൂഡിനെ കറക്റ്റ് ക്വാണ്ടൈസ്ഡ് വാല്യൂസ്ഡ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും. സോ ഈ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഫിക്സഡ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ടുള്ള സിഗ്നൽസിനെ നമ്മൾ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ട് സിഗ്നലിൽ നമ്മൾ എൻകോഡിംഗ് മെത്തേഡ് വഴി ഡിജിറ്റൽ ഔട്ട്പുട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PCM. Analog signal is given to sampling. After sampling, we will be getting the sampled output. The sampled output will be provided to the quantizer, and the quantizer will provide us with quantized output. This quantized output will be giving to the encoding section, and from the output of the encoding section, we will be getting the digital output. So this is the basic block diagram of pulse code modulation എന്ന് പറയുന്നത്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, if there is a high frequency component in the analog input ഒരു ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് ഉണ്ടെങ്കിൽ സാമ്പിളിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എന്ത് വെച്ച് കൊടുത്തിട്ടുണ്ടാവണം? ഒരു ലോ പാസ് ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ടാവണം. സോ ദർ ഇസ് എ നോട്ട്: ഇഫ് ദർ ഇസ് എ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് ഇൻ ദ analog input signal, then we should use an LPF at the input before we give the signal to sampling. സോ ഈ ഒരു നോട്ട് കൂടെ അവിടെ മനസ്സിലോർത്ത് വെച്ചേക്കുക. ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ സപ്പോസ് വരുന്ന അനലോഗ് ഇൻപുട്ട് സിഗ്നലിൽ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാമ്പിളിങ്ങിന് മുമ്പ് LPF ലോ പാസ് ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഹൈ ഫ്രീക്വൻസീസ് ഒരുപാട് വലിയ ഫ്രീക്വൻസീസ് വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഫോർ സാമ്പിളിംഗ് എറർ അല്ലെങ്കിൽ സാമ്പിളിംഗ് നോയ്സ്, ഇതിനൊക്കെ സാധ്യതയുണ്ട്. സോ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പിളിംഗ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി കമ്പോണന്റ് ഉണ്ടെങ്കിൽ ഇൻപുട്ട് സിഗ്നലിൽ നമ്മൾ സാമ്പിളിങ്ങിന് മുമ്പ് ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ട് ആ ഹൈ ഫ്രീക്വൻസി കമ്പോണന്റിനെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് സാമ്പിളിംഗ് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ സാമ്പിളിംഗ് എറർ അല്ലെങ്കിൽ സാമ്പിളിംഗ് നോയ്സ് അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് അവിടെ ഒഴിവാക്കാൻ സാധിക്കും.